ഇന്ത്യയുടെ സിന്ദൂർ പ്രഹരത്തിൽ തകർന്നു പോയ പാകിസ്ഥാൻ ഇന്നും ഭീതിയുടെ മുനമ്പിലാണ്. കാശ്മീർ അതിർത്തിയിൽ പാക് സൈന്യം കാട്ടിക്കൂട്ടുന്ന വെപ്രാളം ലോകം മുഴുവൻ കണ്ടു ചിരിക്കുകയാണ്. ഒരു ഓപ്പറേഷൻ സിന്ദൂർ കൂടി ഉണ്ടാകുമോ? നിയന്ത്രണ രേഖയിൽ നിന്ന് ഉയരുന്ന ഈ ചോദ്യം ഇപ്പോൾ ഇസ്ലാമാബാദിനെ ഉറക്കം കെടുത്തുകയാണ്. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം പാക് അധീന കാശ്മീരിലെ റാവലാകോട്ട്, കോട്ട്ലി, ബിംബർ മേഖലകളിൽ 30ഓളം കൗണ്ടർ ഡ്രോൺ യൂണിറ്റുകളെയാണ് പാകിസ്ഥാൻ തിരക്കിട്ട് വിന്യസിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ മുറി എന്ന പ്രദേശം ആസ്ഥാനമായുള്ള സൈനിക ഡിവിഷനുകൾ രാപ്പകൽ അതിർത്തിയിൽ കാവലിലാണ്. സ്പൈഡർ ആന്റി ഡ്രോൺ സിസ്റ്റങ്ങളും സഫ്ര ജാമിംഗ് ഗണ്ണുകളും നിരത്തി ഇന്ത്യയുടെ അദൃശ്യമായ ആകാശ പ്രഹരങ്ങളെ തടയാൻ അവർ പാടുപെടുകയാണ്. എന്നാൽ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും പുതിയ ആയുധങ്ങൾക്കായി പാകിസ്ഥാൻ ഇറക്കുന്നത് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ഇന്ത്യയുടെ സാങ്കേതിക കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവരുടെ നിലവിലെ സംവിധാനങ്ങൾ ഒന്നിനും തികയുന്നില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയധികം ഭയപ്പെടുന്നത്? അതിന് കാരണം കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ ഐതിഹാസികമായ ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ്. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ ഭീകരർക്കുള്ള മറുപടി വെറും 3 ദിവസത്തിനുള്ളിൽ ഇന്ത്യ നൽകി. ഭീകര ക്യാമ്പുകൾ മാത്രമല്ല, പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾ പോലും ഇന്ത്യൻ മിസൈലുകൾക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായി. ഭീകരതയ്ക്ക് നേരെ മോദി സർക്കാർ സ്വീകരിക്കുന്ന സീറോ ടോളറൻസ് നയവും കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി നടത്തുന്ന ശക്തി പ്രകടനങ്ങളും പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആക്രമണാത്മകമായ ഈ പുതിയ സൈനിക നിലപാടാണ് പാകിസ്ഥാനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. അതിർത്തിയിൽ പാകിസ്ഥാൻ ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഇന്ത്യയെ തടയാനല്ല, മറിച്ച് സ്വന്തം സൈന്യത്തിന്റെ തകർന്ന ആത്മവീര്യം പിടിച്ചു നിർത്താനാണ്. ഇന്ത്യയുടെ മണ്ണിൽ തൊട്ടാൽ ഇനിയും പാക്കിന്റെ ഭീകര താവളങ്ങളിലും സൈനിക താവളങ്ങളിലും ഒരുപോലെ സിന്ദൂരം ചാർത്താൻ ഭാരത സൈന്യം സുസജ്ജമാണെന്ന മുന്നറിയിപ്പാണ് ന്യൂഡൽഹി നൽകുന്നത്. പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യൻ സൈന്യം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. വരാനിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെക്കാളും വലിയ പ്രഹരമായിരിക്കുമോ? കത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക്.